ഓശാന ഞായർ ദിനത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് NDA സ്ഥാനാർത്ഥികൾ. BJP സംസ്ഥാന അധ്യക്ഷനും നേമം മണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള സെന്റ് ആന്റണീസ് ചർച്ചിലും CSI ദക്ഷിണ കേരള മഹാ ഇടവകയിലെ പള്ളിയിലെ തിരുകർമ്മങ്ങളിലും പങ്കെടുത്തു. അതേസമയം വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി R ശ്രീലേഖയും വിശ്വാസികൾക്കൊപ്പം പ്രാർത്ഥനാ ചടങ്ങിൽ സംബന്ധിച്ചു. വിശുദ്ധവാരത്തിന് തുടക്കമിട്ടുകൊണ്ട് ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന ഓശാന ഞായർ കുരുത്തോല പെരുന്നാളിലെ പ്രാർത്ഥനാ ചടങ്ങുകളിലാണ് വിശ്വാസികൾക്കൊപ്പം BJP സ്ഥാനാർത്ഥികളും പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷനും നേമമണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലുള്ള സെന്റ് ആന്റണീസ് ചർച്ചിലെ പ്രാർത്ഥനയിലും CSI ദക്ഷിണ മഹാ ഇടവകയിലെ ചർച്ചിലും പങ്കെടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് BJPയെക്കുറിച്ച് പറഞ്ഞുവെച്ച തെറ്റിദ്ധാരണ തിരുത്താനാണ് ശ്രമിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ലോകത്തെവിടെയാണെങ്കിലും മലയാളിയെ സംരക്ഷിക്കാൻ BJP ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊന്നും വോട്ടിന് വേണ്ടിയിട്ടല്ല. ഈ തെറ്റിദ്ധാരണ 20 കൊല്ലം 30 കൊല്ലം മുമ്പേ വിഷം കയറ്റി വെച്ചിരിക്കുന്നത് BJP ഒരു വർഗീയവാദി പാർട്ടിയാണ്, BJP ഒരു കമ്മ്യൂണൽ പാർട്ടിയാണ്, BJP ഇതാണ് മാങ്ങയാണ് ചക്കയാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം ഇവിടെ നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ഒരു വിഷം കയറ്റി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റാക്കാനും ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞങ്ങൾ ഔട്ട്റീച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ വികസിത കേരളം എന്ന ഞങ്ങളുടെ ഒരു മെസ്സേജും കാഴ്ചപ്പാടും എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലേ ഞങ്ങൾ പറഞ്ഞത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം, എല്ലാവർക്കും പുരോഗതി, എല്ലാവർക്കും വികസനം, എല്ലാവർക്കും അവസരങ്ങൾ, എല്ലാ കുട്ടികൾക്കും ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതേസമയം വിമല ഹൃദയ മാതാ ചർച്ചിൽ നടന്ന പ്രാർത്ഥനയിൽ വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി R ശ്രീലേഖ സംബന്ധിച്ചു. തിരക്കിട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലെത്തിയ സ്ഥാനാർത്ഥികളെ സന്തോഷത്തോടെയാണ് വിശ്വാസികൾ സ്വീകരിച്ചത്. വിശ്വാസികൾക്ക് കുരുത്തോല പെരുന്നാൾ ആശംസകൾ നേർന്നതിനു ശേഷമാണ് സ്ഥാനാർത്ഥികൾ മടങ്ങിയത്. ജനം, തിരുവനന്തപുരം.